ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് പ്ലൂറോട്ടസ് ഫ്ലോറിഡ വൈറ്റ് ഓയിസ്റ്റർ. ഇന്ന് നമുക്ക് ചിപ്പിക്കൂൺ വെറൈറ്റിയിൽ വൈറ്റ് ഓയിസ്റ്റർ എല്ലാവർക്കും പരിചയമുള്ള, എന്നാൽ നമ്മുടെ ഈ കൃഷിയിൽ കൂൺ കൃഷിയിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യമേ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ഇനം കൂണാണ് ഈ പ്ലൂറോട്ടസ് ഫ്ലോറിഡ. ഓയിസ്റ്റർ മഷ്റൂമിൽ ഈ വെളുത്ത നിറമുള്ള ഈ മാംസളീയമായ ഈ കൂണിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ടറിയാം. നമ്മുടെ കൂൺ കർഷകരുടെ ഇടയിൽ ഇത് വളരെ പ്രചാരകമായിട്ട് ഉള്ള ഒരു കൂണാണ്. ഈ കൂണിൻ്റെ നിറമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂൺ പ്രിയരുടെ ഇടയിലേക്ക് ആകർഷണീയമാവുന്നത്. കൂൺ കഴിക്കുന്ന, കൂൺ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വെളുത്ത നിറത്തെ ഇഷ്ടപ്പെട്ടാണ് കൂടുതൽ പേരും ഈ കൂണിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഈ ചിപ്പിക്കൂൺ വർഗത്തിൽ പല നിറത്തിലുള്ള കൂണുകളുണ്ട്. പല നിറത്തിലുള്ള കൂണുകളിൽ നല്ല ഒരു വിഭാഗം കൂൺ പ്രിയരും വൈറ്റ് ഓയിസ്റ്റർ കഴിക്കാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഈ പ്ലൂറോട്ടസ് ഫ്ലോറിഡ എന്ന ഈ ഇനം കൂണ് നമുക്ക് എങ്ങനെ പെല്ലറ്റിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. അതോടൊപ്പം ഞാൻ ഇന്നിവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്ലൂറോട്ടസ് ഫ്ലോറിഡ ഇന്ന് ഹൈബ്രിഡ് വെറൈറ്റികളായിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ വലിപ്പവും ആകർഷണീയവും ഒക്കെ മാറി അത് നല്ല വലിപ്പത്തോടു കൂടിയുള്ള ഇനമായി ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി പ്ലൂറോട്ടസ് മഷ്റൂം, അതായത് ഈ വൈറ്റ് ഓയിസ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് പെല്ലറ്റിൽ എങ്ങനെ ഈ ഹൈബ്രിഡ് വൈറ്റ് ഓയിസ്റ്റർ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ വിത്ത് മുതൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. നല്ല പോഷിച്ച പെല്ലറ്റ്, മഷ്റൂം കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയ പോഷിച്ച പെല്ലറ്റ് ഇതിന് വേണം എന്നുള്ളത് പോലെ തന്നെ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തും വേണം. കൂൺപുരയുടെ ലാബിൽ നാം നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള കൂണുകളുടെ വിത്തുകൾ തയ്യാറാക്കി, ടിഷ്യൂ കൾച്ചർ ചെയ്ത് തയ്യാറാക്കി അത് ഗ്രേഡ് തിരിച്ച് അതിൽ തന്നെ നല്ല വളർച്ച എത്തിയ, നല്ല മൈസീലിയം കൃത്യസമയത്ത് വളരുന്ന നല്ല കൂൺപുരയിലെ ടെക്നീഷ്യൻ അതിനകത്ത് കൃത്യമായി പരിശോധിച്ച് അത് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ കൃത്യമായ സമയത്ത് വളരുന്ന ഏറ്റവും നല്ല ലക്ഷണമൊത്ത വിത്തുകൾ തിരഞ്ഞെടുത്ത് നാം ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ വിത്തുകൾ ഞങ്ങൾ ഈ കൂൺപുര ഈ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. കൂൺപുര ഏത് സ്ഥലത്തുള്ള കൃഷിക്കാർക്കും ഈ വിത്തുകൾ നിങ്ങൾക്ക് കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കൃഷിയെക്കുറിച്ച് നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് ഓൺലൈനായിട്ടും ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൂൺ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ നാം ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൂണിൻ്റെ സൈസ് കുറവ്, കൂണിനുണ്ടാകുന്ന വലിപ്പത്തിൻ്റെ, ആകൃതിയുടെ, രൂപത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഉൽപാദനക്ഷമത, നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന വിളവ് താരതമ്യേന നമുക്ക് കുറവായിരിക്കും. അതിൽ നിന്നൊക്കെ മാറി ഉൽപാദനക്ഷമത വർദ്ധിച്ച ഹൈബ്രിഡ് വെറൈറ്റി വിത്തുകൾ ഇന്ന് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വൈറ്റ് ഓയിസ്റ്റർ മഷ്റൂമിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ കൂണുകൾ ചെറു കൂണുകളായിരുന്ന ഈ പ്ലൂറോട്ടസ് ഫ്ലോറിഡ അത് ബഞ്ചുകളായി, കുലകളായി ഇന്ന് നമുക്ക് ഈ ബെഡുകളിൽ കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്നു. പോഷിച്ച മഷ്റൂം പെല്ലറ്റ്, അതോടൊപ്പം തന്നെ ഈ വിത്തും ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഈ ഓയിസ്റ്റർ, വൈറ്റ് ഓയിസ്റ്റർ വിത്തും നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ നല്ല പോഷിച്ച, നല്ല വലിപ്പമുള്ള, നല്ല മാംസളീയമായ, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, നമ്മെ ആകർഷിക്കുന്ന നിറത്തോടു കൂടിയുള്ള ഈ കൂണുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. കൂൺപുരയിൽ 4 തരം വൈറ്റ് ഓയിസ്റ്ററിൻ്റെ സ്പോൺ ഇന്ന് വിപണനത്തിന് തയ്യാറായിട്ടുണ്ട്. അതിൽ നാച്ചുറൽ വെറൈറ്റിയായ പ്ലൂറോട്ടസ് ഫ്ലോറിഡ, അതിൻ്റെ വിത്ത് നമുക്ക് ഇന്നിവിടെ എത്ര തന്നെ വേണമെങ്കിലും കർഷകർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹൈബ്രിഡ് വെറൈറ്റിയായ നമ്മുടെ കൾച്ചർ നമ്പർ 1 ഹൈബ്രിഡ് വെറൈറ്റി 1
2, 3 എന്ന് പറഞ്ഞ് 3 കാറ്റഗറിയിലുള്ള ഈ പ്ലൂറോട്ടസ് വൈറ്റ് ഓയിസ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. മൂന്ന് തരത്തിലുള്ള വലിപ്പത്തിലും രൂപത്തിലും വ്യത്യസ്തപ്പെടുന്ന 3 ഹൈബ്രിഡ് വെറൈറ്റി വിത്തുകളും ഇന്നിവിടെ വിപണനം നടത്തുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ള കർഷകർക്ക് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണെങ്കിലും ഇത് കൊറിയർ സർവീസ് വഴി എത്തിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് പ്ലൂറോട്ടസ് ഫ്ലോറിഡ ഹൈബ്രിഡ് വിത്ത് കൊണ്ട് മഷ് പെല്ലറ്റിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. ഈ പെല്ലറ്റ് കൂൺ കൃഷിക്ക് മാത്രമായി കൂൺപുര പോഷിപ്പിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ് പെല്ലറ്റാണ്. ഈ മഷ് പെല്ലറ്റ് ആവശ്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നിങ്ങൾക്ക് ഈ മഷ് പെല്ലറ്റ് തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ കൃത്യമായും അതിൻ്റെ അളവുകൾ രേഖപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വീഡിയോകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഇവിടെ ഈ മഷ് പെല്ലറ്റ് കാൽസ്യം കാർബണേറ്റ് ചേർത്ത് നന്നായി ഉടച്ച് പൊടിച്ച് ചെയ്യുന്ന ഈ ടെക്നോളജിയാണ് നമുക്കിവിടെ നല്ലത്. ഇത് നമ്മൾ ഇളക്കി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ചൂട് മാറിയതിന് ശേഷമാണ് നാം കാൽസ്യം കാർബണേറ്റ് ഇടേണ്ടത്. കാൽസ്യം കാർബണേറ്റ് ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും കാൽസ്യം കാർബണേറ്റ് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം പെല്ലറ്റ് എല്ലായിടത്ത പെല്ലറ്റിനും അത് പൊടിഞ്ഞു വന്നതായിട്ട് നാം ഉറപ്പാക്കണം. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. മൈസീലിയത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും. പൊതുവെ പ്ലൂറോട്ടസ് ഫ്ലോറിഡ മരത്തടികളിലാണ് വളർന്നു കാണുന്നത്. നമുക്കറിയാം, പ്രകൃതിയിൽ ഈ വെളുത്ത നിറത്തിൽ നല്ല കോളാമ്പി രൂപത്തിൽ വെളുത്ത നിറത്തിൽ കാണുന്ന ഈ പ്ലൂറോട്ടസ് ഫ്ലോറിഡ നാച്ചുറൽ വെറൈറ്റി മരത്തടികളിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ മരപ്പൊടികളാൽ പോഷിപ്പിച്ചെടുത്ത ഈ കൂൺപുരയുടെ മഷ് പെല്ലറ്റിൽ പ്ലൂറോട്ടസ് ഫ്ലോറിഡ നന്നായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഈ ഓയിസ്റ്റർ മഷ്റൂമിൽ ഏറ്റവും കൂടുതൽ വളരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബെഡുകൾ നമ്മൾ തയ്യാറാക്കിയിട്ട് അതിനെ നന്നായിട്ട് അമർത്തി കെട്ടി വിത്ത് ഹോൾ മെത്തേഡാണ് ഇതിന് നല്ലത്. നമുക്ക് കുറേ പിൻ ഹോളുകൾ കൊടുക്കണം. അങ്ങനെ പിൻ ഹോളുകൾ കൊടുത്ത് തയ്യാറാക്കിയ ബെഡുകളാണ് ഇനി നമ്മളിതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡാർക്ക് റൂമിലേക്ക് മാറ്റുന്നത്.
നമുക്കിത് 15 മുതൽ 18 ദിവസം വരെ വെക്കാം. 15 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നന്നായിട്ട് മൈസീലിയൊക്കെ വളർന്ന് നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഇതിന് 18 ദിവസം വരെ കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കിത് പുറത്തെടുത്ത് കവറുകൾ കീറി നമുക്ക് അതിന് വെള്ളം നനച്ച് കൊടുക്കാം. നമ്മൾ മറ്റ് മാർഗങ്ങളിൽ നന കൊടുക്കുന്ന ഷെഡുകളാണെങ്കിൽ, പ്രത്യേകിച്ച് അൾട്രാസോണിക് മിസ്റ്റ് മേക്കർ, ഫോഗർ അതുപോലുള്ള ഏതെങ്കിലും സിസ്റ്റങ്ങൾ നമുക്ക് നന കൊടുക്കുന്ന പുരകളിൽ നമുക്ക് ഈ 18 ദിവസം കഴിഞ്ഞ് അതിലേക്ക് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ കൂണുകൾ 1-2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ചെറുമുകുളങ്ങളുണ്ടായി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ചെറുമുകുളങ്ങളുണ്ടായി 3-ാം ദിവസം നമുക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് എടുക്കാം. 3 ദിവസം കൊണ്ട് അത് നല്ല വളർച്ച എത്തും. വലിപ്പത്തോടുകൂടി വളർന്ന് നമുക്ക് വിളവെടുക്കാൻ പാകത്തിനുള്ള വളർച്ച കൂണുകളിൽ എത്തിക്കഴിയും. അങ്ങനെ വിളവെടുക്കുമ്പോൾ ആ മൈസീലിയത്തിന് നമുക്ക് ബ്രേക്ക് ആവാണ്ട്, അതിന് ക്ഷതം സംഭവിക്കാണ്ട് വളരെ ശുദ്ധമായ കൈകൊണ്ട് നാം വിളവെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്കിനിയും അടുത്ത സെക്കൻഡ് വിളവും തേർഡ് വിളവും ഒക്കെ നമുക്ക് ആ ബെഡുകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നാം വിളവെടുക്കേണ്ടത്. വിളവെടുക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കണം വിളവെടുക്കാൻ. ഇവിടെ നാം വിളവെടുത്ത കൂണുകൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ അത് വിപണിയിലേക്ക് എത്തണം. വിപണിയിൽ നിങ്ങൾക്ക് നേരിട്ട് വിപണിയിലെത്തിക്കാം, അത് ഹോം ഡെലിവറി ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വെജിറ്റബിൾ ഷോപ്പുകളും മറ്റ് സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ നിങ്ങൾക്ക് വിപണനത്തിനായി തിരഞ്ഞെടുക്കാം. അതല്ല, നിങ്ങൾക്ക് കൂൺപുരയിലേക്ക് നിങ്ങൾ കൂണ് തരികയാണെങ്കിൽ രാവിലെ തന്നെ കൂണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തരേണ്ടതാണ്. അങ്ങനെ കൂൺപുര ബൈബാക്ക് കൂൺ നമ്മൾ തിരിച്ചെടുത്ത് കൂൺ കർഷകരെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങളിന്ന് കണ്ട പ്ലൂറോട്ടസ് ഫ്ലോറിഡ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് കുലകായിട്ട് നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരു ഹൈബ്രിഡ് ഇനമാണ്.